وليعلم بأن الله يرى. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കലിമ പറഞ്ഞ് ഈമാനോടുകൂടി മരണപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണാധികാരിയായിരുന്ന സമയത്ത് തന്റെ നാട്ടിലുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി തന്റെ ഭരണത്തിന് കീഴിലുള്ള തന്റെ സേവകരുടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന് ഒരു വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു ഉമ്മയുടെയും മകളുടെയും സംഭാഷണം സയ്യിദുന ഉമർ തങ്ങൾ കേൾക്കുകയാണ് റളിയല്ലാഹു അൻഹു. പാല് കച്ചവടമായിരുന്ന ആ ഒരു കുടുംബം തന്റെ മാതാവ് തന്റെ മകളോട് പറയുന്നു, മോളെ, പാലിൽ നീ അല്പം വെള്ളം ചേർക്കുക, എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാളും ധാരാളം ലാഭം നമുക്ക് ലഭിക്കുമെന്ന് ഒരു ഉമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്നു. ആ മകൾ തിരിച്ച് ഉമ്മയോട് മറുപടി കൊടുക്കുന്നു, ഉമ്മ, അമീറുൽ മുഅ്മിനീൻ ഇത് കാണുന്നില്ലെങ്കിലും അമീറുൽ മുഅ്മിനീന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലോ ഉമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു വചനം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുയുടെ ഹൃദയത്തിൽ കൊള്ളുകയും മഹാനായ ഉമർ തങ്ങൾ അവിടെ പൊട്ടിക്കരഞ്ഞുവെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. അവസാനം സയ്യിദുന ഉമർ തങ്ങൾ രാവിലെ ആയപ്പോൾ തന്റെ മകന്റെ വിവാഹ ആലോചനയുമായി ആ മകളുടെ വീട്ടിലെത്തുകയും സയ്യിദുന ഉമർ തങ്ങൾ കുടിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുന്ദരമായ ചരിത്രമാണ്. കൊട്ടാരം എന്ന് പറയുന്നത് ഉമർ തങ്ങൾ കൊട്ടാരത്തിൽ ജീവിച്ചുവെന്നല്ല, സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി അവസാനം മരിക്കുന്ന സമയത്ത് ഉന്നതമായ ഉയർന്ന കുടുംബത്തിൽ പെട്ടു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല. ഇന്നത്തെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങൾ കാലികമായി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ പണമുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കൂ, അവരുടെ സാമ്പത്തിക വളർച്ച സുരക്ഷിതമാകുന്നതിന് വേണ്ടി സമ്പത്തുള്ളവരെ പോയി കാണുന്നു, അവരുടെ മക്കൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. ആ ഒരു സംവിധാനമാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ആരും ദീന് നോക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഒരു ദീനിനെ മുറുകെ പിടിക്കാൻ ഞാനും നിങ്ങളും ഒന്ന് തയ്യാറാകാത്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ തിരിച്ചടികളും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഒന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അങ്ങനെ സയ്യിദുന ഉമർ തങ്ങൾ ആ മകളുടെ വാക്ക് കേട്ട് ഒരു ഭരണാധികാരിയുടെ മനസ്സ് അലിഞ്ഞു പോയെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ ആ രീതിയിൽ പാകപ്പെടുത്തിയ കാര്യം എന്താണ്? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വലവും ഇടവും എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മഹാനായ ഉമർ തങ്ങളും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിരിക്കുന്നു. പ്രവാചകന്റെ മുട്ടിനോട് ചേർത്ത് ആ മനുഷ്യൻ മുട്ട് ചേർത്തിരുന്നപ്പോൾ സയ്യിദുന ഉമർ തങ്ങൾക്ക് സഹിച്ചില്ല, എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം ഇന്ന് വരെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കൽ
പ്രവാചകന്റെ മുണ്ടിനോട് ചേർത്ത് മുട്ടുകുത്തിയിരുന്നപ്പോൾ ഉമർ തങ്ങൾക്ക് അത് പിടിച്ചില്ല. അവസാനം ഉമർ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കാൻ പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ ഇരുന്നത്. അത്രത്തോളം ദേഷ്യത്തോടു കൂടി. പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ അബൂബക്കർ തങ്ങളുടെ സ്വഭാവമല്ല ഉമർ തങ്ങൾക്ക്. നേരെ തിരിച്ചാണ്. വിനയവും ലാളിത്യവുമുള്ള മനസ്സാണ് അബൂബക്കർ തങ്ങൾക്കെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഉമർ തങ്ങൾ. വെട്ടൊന്നാണെങ്കിൽ തൊണ്ട് രണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ശരീര പ്രകൃതമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവസാനം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു, നബിയെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാം എന്താണെന്ന് 5 കാര്യങ്ങൾ നമ്മൾ മദ്രസ മുതൽ പഠിക്കുന്ന ഇസ്ലാം കാര്യങ്ങൾ 5 എന്ന ആ ഒരു 5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കുന്നു, സ്വതക്കത അങ്ങ് പറഞ്ഞത് സത്യമാണ്. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു പോയി. വീണ്ടും അദ്ദേഹം സംഭാഷണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ഈമാൻ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. സഹാബാക്കൾ അത് കേൾക്കുന്നു. ആ മനുഷ്യൻ വീണ്ടും പറയുന്നു, സദഖത അങ്ങ് പറഞ്ഞത് സത്യമാണ്. സഹാബത്ത് വീണ്ടും അത്ഭുതപ്പെടുകയാണ്. ഇതെന്ത് സംഭവം? കടന്നു വന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യം ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, അത് സത്യമാണ് നീ മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അറിയും ഈ മനുഷ്യൻ ഉണ്ടാകുമല്ലോ എന്ന് പോലും സഹാബത്തുകളുടെ ഇടയിൽ പരസ്പര ചർച്ചയുണ്ടായി. അവസാനം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയെ, ഇഹ്സാൻ എന്നാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നീ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ അല്ലാഹുവിനെ ആരാധിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ജീവിത ശൈലി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ തെറ്റ് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ തെറ്റിൽ നിന്ന് ഞാനും നിങ്ങളും പിന്തിരിയാൻ വേണ്ടി ശ്രമിക്കും. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഇല്ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും വഇന്നഹു യറാക, അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ ഇതേ വചനമാണ് സയ്യിദുന ഉമർ തങ്ങൾ ആ മാതാവിന്റെയും ആ മാതാവിന്റെ മകളുടെയും സംഭാഷണത്തിൽ കേട്ടത്. അമീറുൽ മുഅ്മിനായ ഞാൻ കാണില്ലെങ്കിലും എന്നെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എന്ന് ആ ഒരു ചിന്താഗതി തിരിച്ചറിഞ്ഞ പെൺകുട്ടി മാതാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും സത്യസന്ധത പാലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. മുനാഫിഖീങ്ങളുടെ അടയാളങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ആയാത്തുൽ മുനാഫിഖ് തലാസുൽ. മുനാഫിഖിന്റെ അടയാളം കപട വിശ്വാസി. കാണുമ്പോൾ നിസ്കരിക്കും, എല്ലാം ചെയ്യും, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കും, ചിലപ്പോൾ ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, തന്റെ വരുമാനം കൊണ്ട് സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ 3 ഏതെങ്കിലും ഒരു കാര്യം എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അടയാളപ്പെടുത്തി പറഞ്ഞ ചൂണ്ടിക്കാണിച്ച ആ ഒരു മുനാഫിഖിൽ ഞാൻ നിങ്ങൾ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ഹദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. മുനാഫിഖിന്റെ അടയാളമാണ് സംസാരിച്ചാൽ കളവ് പറയുക എന്ന് പറയുന്നത് കപട വിശ്വാസിയുടെ സ്വഭാവം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറയുന്നു, വഇദാ വഅദ ഖാന, എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. അതിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ സാമൂഹികമായ പ്രവർത്തനങ്ങളിലാകട്ടെ, ഒരു വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അതിനെ ലംഘിക്കുന്നവൻ കപട വിശ്വാസിയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറയുന്നു, വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യം നമ്മൾ അറിയാതെ 10 പേരുടെ ചെവിയിൽ കിടന്ന് കറങ്ങുമ്പോൾ
നമ്മുടെ മുന്നിൽ ചിലപ്പോൾ സത്യസന്ധനായും വിശ്വസ്തനായും നടിക്കുമെങ്കിലും നമ്മളെ പൂർണ്ണമായും വഞ്ചിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഈ ഒരു 3 സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് എനിക്കുണ്ടോ എന്ന് ഈ ഒരു സദസ്സിലിരുന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഞാൻ കളവ് പറയുന്നവനാണോ? ഞാൻ വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവനാണോ? ഞാൻ വാഗ്ദാനം നൽകിയാൽ അത് ലംഘിക്കുന്നവനാണോ എന്ന 3 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിനോട് ഞാനും നിങ്ങൾ ചോദിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനാണ് അല്ലാഹു തആല നമുക്ക് റമദാൻ നൽകിയിട്ടുള്ളത്. റമദാൻ മാസത്തിന് കളവ് പറയുന്നവൻ, റമദാൻ മാസത്തിന് വാഗ്ദാനം ലംഘിക്കുന്നവൻ, റമദാൻ മാസത്തിന് വിശ്വാസികളെ വഞ്ചിക്കുന്നവൻ അവൻ എത്രത്തോളമാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അശ്ശനാ ഫലൈസ മിന്നാ, ആരാണോ മറ്റൊരുവനെ വഞ്ചിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സത്യസന്ധത പുലർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം കുടിലുണ്ടായിരുന്ന ഒരു പൊന്നുമകൾ കൊട്ടാരത്തിലേക്ക് വന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മോശമായ പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ അല്ലാഹു നമ്മുടെ ജീവിതം കൊണ്ട് എത്തിക്കുമെന്ന ഒരു ആമുഖമായ ഗുണമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ ഈ ഇൽമുകൾ സ്വാലിഹായ അമലാക്കി അല്ലാഹു പരിഗണിച്ച് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു ഇരുത്തവും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതിനുള്ള ഒരു സബബാക്കി ഈ ഒരു ഇൽമിന്റെ സദസ്സിനെ അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.